ഹായ് വെൽക്കം ടു അനദർ വീഡിയോ ഓഫ് DNA ലേണിംഗ്. മക്കളെ, ഇന്ന് നമ്മളെ ഒരു 10 സെക്കൻഡ് തരൂ എന്ന് പറയുന്ന സീരീസിലെ ഒരു പുതിയ കിഡിലൻ ടോപ്പ് ക്ലാസ് ക്വസ്റ്റ്യൻ ആയിട്ടാണ് നമ്മൾ വന്നിട്ടുള്ളത്. മക്കളെ, നമ്മൾ ഈ സീരീസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ് മക്കളെ? ഒരു +2 കുട്ടി അല്ലെങ്കിൽ +1 കുട്ടി ഒരു 5-6 മിനിറ്റ് വെച്ച് ചെയ്യുന്ന ക്വസ്റ്റ്യൻ ഒരു നീറ്റ് കുട്ടി വളരെ വ്യത്യസ്തമായ രീതിയിൽ ആലോചിച്ചുകൊണ്ട് അല്ലെങ്കിൽ വളരെ വ്യത്യസ്തമായുള്ള ടെക്നിക്കൽ അപ്ലൈ ചെയ്തുകൊണ്ട് വളരെ തുച്ഛമായ സമയം കൊണ്ട് എങ്ങനെ ഒരു ക്വസ്റ്റ്യൻ്റെ ഉത്തരം കണ്ടുപിടിക്കാം എന്നാണ് നമ്മൾ ഈ സീരീസ് നിങ്ങളെ ട്രെയിൻ ചെയ്യിപ്പിക്കുന്നത്. സോ ഇതുപോലെ ഇഷ്ടംപോലെ വീഡിയോസും ഇഷ്ടംപോലെ ടെക്നിക്കുകളും വഴികളൊക്കെ നമ്മൾ എൻ്റെ മക്കൾക്ക് പറഞ്ഞിരുന്നതായിരിക്കും. അപ്പോൾ ദയവ് ചെയ്ത് എന്ത് ചെയ്യുക, നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. സോ ദാറ്റ് ഒരു വീഡിയോയും ഒരു കൺസെപ്റ്റും ഒരു ടെക്നിക്കും എൻ്റെ മക്കൾക്ക് മിസ്സാവുന്നില്ല. സോ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത് എന്താണ് മക്കളെ? മൂവിങ് ചാർട്ട്സ് ആൻഡ് മാഗ്നറ്റിസം എന്നുള്ള പാഠത്തിലെ ഒരു ടോപ്പ് ക്ലാസ് ലെവൽ 3 ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, 2 തരത്തിലുള്ള കുട്ടികളാണ് എല്ലായ്പ്പോഴത്തും പോലെ ഈ ക്വസ്റ്റിനെ സോൾവ് ചെയ്യാണ്ടി പോകുന്നത്. ഒന്ന് ഒരു +2 കുട്ടി, അടുത്ത നമ്മൾ നീറ്റ് കുട്ടി. ഈ നീറ്റ് കുട്ടി ക്വസ്റ്റ്യൻ ചെയ്യുന്നത് കണ്ടാൽ എൻ്റെ മക്കൾ എന്തായിരിക്കും? ഞെട്ടിരിക്കും, അറിയാം. ഇനി ഈ +2 കുട്ടി എങ്ങനെ ഈ ക്വസ്റ്റ്യൻ അപ്രോച്ച് ചെയ്യുന്നു എന്ന് എൻ്റെ മക്കൾ അറിഞ്ഞിരിക്കണം. മക്കൾ ഈ വീഡിയോ എൻ്റയർലി കാണാം. കാരണം നമ്മൾ ഒരുപാട് കൺസെപ്റ്റ്സ് എൻ്റെ മക്കൾ വിട്ടുപോയിട്ടുള്ള ഒരുപാട് കൺസെപ്റ്റ്സ് നമ്മൾ പറയുന്നുണ്ട്. ആ +2 കുട്ടി അപ്ലൈ ചെയ്യുമ്പോൾ എൻ്റെ മക്കൾക്ക് മനസ്സിലാവും. സോ നമ്മൾ നേരെ ക്വസ്റ്റിനോട്ട് പോകുന്നു. ദി യൂണിഫോം സർക്കുലർ വയർ ലൂപ്പ് ഇസ് കണക്റ്റഡ് ടു ദി ടെർമിനൽസ് ഓഫ് ദി ബാറ്ററി. ദി മാഗ്നറ്റിക് ഫീൽഡ് ഇൻഡക്ഷൻ അറ്റ് ദി സെന്റർ ഡ്യൂ ടു ABC പോർഷൻ ഓഫ് ദി വയർ വിൽ ബി ലെങ്ത് ഓഫ് ABC is L1, ലെങ്ത് ഓഫ് ADC is L2. അപ്പോൾ എന്താ പറഞ്ഞിട്ടുള്ള മക്കളെ? ഈ ABC എന്ന് പറഞ്ഞ പോർഷൻ മാത്രം സെൻട്രലാക്കുന്ന മാഗ്നറ്റിക് ഫീൽഡ് എന്ത് എന്നുള്ളതാണ് ചോദ്യം. അപ്പോൾ ഒരു +2 കുട്ടി ക്വസ്റ്റിനെ നോക്കി കാണും. ഓക്കെ, അപ്പോൾ +2 കുട്ടീനെ അറിയാവുന്ന കൺസെപ്റ്റ്സ് എന്ന് പറയുകയാണ് മക്കൾ. ഒരു കറണ്ട് ഇങ്ങനെ വരികയാണ്. കറണ്ട് ഇങ്ങനെ വന്നിട്ട് ഒരു സിമെട്രിക്കലായിട്ട് ബോർഡോട് സ്പ്ലിറ്റ് ചെയ്താൽ സെൻട്രൽ ഉണ്ടാവുന്ന മാഗ്നറ്റിക് ഫീൽഡ് എന്തായിരിക്കും? 0 ആയിരിക്കും. ബൈ ഹൂം? ബൈ ദി എൻറ്റയർ ബോഡി. ഇപ്പോൾ ഈ സർക്കിൾ ഇപ്പോൾ നോക്കി, ഈ കറണ്ട് ഇവിടെ സ്പ്ലിറ്റായി. ഈ കറണ്ട് ഇവിടെ സ്പ്ലിറ്റ് ആകുമ്പോൾ എൻ്റെ മക്കൾ മനസ്സിലാക്കണം, ഈ ആർക്ക് ഉണ്ടാക്കുന്ന മാഗ്നറ്റിക് ഫീൽഡും ഈ ആർക്ക് ഉണ്ടാക്കുന്ന മാഗ്നറ്റിക് ഫീൽഡും ഈക്വലുമാണ്. പക്ഷേ എന്താണ്? ഓപ്പോസിറ്റ് ആണ്. റൈറ്റ് ഹാൻഡ് റൂളൊക്കെ വെച്ച് നോക്കുക, ഈക്വലും ആണ്, ഓപ്പോസിറ്റും ആണ്. അതുകൊണ്ട് അവരെന്താവും? ക്യാൻസൽ ആവും. സോ എൻറ്റയർ സർക്കിൾ ഓഫ് ചോദിച്ചിരുന്നെങ്കിൽ നമ്മൾ കണ്ണുമുട്ട് എന്ത് കുത്താമായിരുന്നു? 0 എന്ന് കുത്താമായിരുന്നു. ഒരു ടോപ്പ് ക്ലാസ് കൺസെപ്റ്റാണ്. പക്ഷെ നമ്മോട് ചോദിച്ചാൽ അതല്ല, ഈ ക്വസ്റ്റ്യൻ ചോദിച്ചാൽ അതല്ല. മറിച്ച് എന്താ ചോദിച്ചിട്ടുള്ളത്? ഈ ABC എന്നുള്ള പോർഷൻ മാത്രം എത്ര മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ടാക്കുന്നു എന്നുള്ളതാണ്. അപ്പോൾ നമുക്കറിയാം, ഒരു ബയോട്ട് സേവാർട്സിലൊക്കെ പഠിച്ച ഒരു +2 കുട്ടീനെ അറിയാം ബിയുടെ ഇക്വേഷൻ എന്താണ്? B = μ0I ഡിവൈഡഡ് ബൈ 4πr ഇൻറ്റു ദ തീറ്റ വിച്ച് ഇസ് ദി ആംഗിൾ സബ്സ്റ്റൻഡഡ് ബൈ ദി ആർക്ക് എന്നതാണ്. ഓക്കെ, ഇതറിയുന്ന എല്ലാവർക്കും അറിയുന്നല്ലേ. പക്ഷേ ഈ +2 കുട്ടീനെ സംബന്ധിച്ചിടത്തോളം ഇവിടെ 2 പ്രശ്നങ്ങളാണുള്ളത്. ഒന്നാമത്തെ പ്രശ്നം എന്താണ്? ഇവൻ ഈ ഒരു ആർക്കിനെ കണ്ടുപിടിക്കാൻ പോവുകയാണെങ്കിൽ ഈ I എന്നുള്ള കറണ്ട് സ്പ്ലിറ്റായി, ഇവിടെ I1 എന്നുള്ള കറണ്ടായി, ഇവിടെ I1 എന്നുള്ള കറണ്ടായി, ഇവിടെ സ്പ്ലിറ്റായി I2 എന്നുള്ള കറണ്ടായി എന്ന് വിചാരിക്കാം. ഓക്കെ, അപ്പോൾ നമ്മൾ ഈ ഇക്വേഷൻ μ0I1 ഡിവൈഡ് ബൈ 4πr തീറ്റ, ഈ ആംഗിൾ സബ്സ്റ്റൻഡ് ഒക്കെ നമ്മൾ വേറെ ആർക്ക് ബൈ റേഡിയസ് എന്ന ഇക്വേഷൻ വെച്ച് കണ്ടുപിടിക്കുന്നുണ്ട്. ഓക്കെ, അപ്പോൾ തീറ്റ ഇങ്ങനെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം. പക്ഷെ നമ്മൾ ഓപ്ഷൻ നോക്കുമ്പോൾ എന്തില്ല, എവിടെയും ഒരു I1 അങ്ങനത്തെ ഒന്നും കാണില്ല. മൊത്തം ടോട്ടൽ കറണ്ട് I ആയിട്ടുള്ള ഇതിൻ്റെ ബേസിസിൽ നമുക്ക് തന്നിട്ടുള്ളത്. പറഞ്ഞ പോയിന്റ് മനസ്സിലായോ? ടോട്ടൽ കറണ്ട് ഐൻ്റെ ബേസിസിലാണ് നമുക്ക് തന്നിട്ടുള്ളത്. അപ്പോൾ അവനക്ക് മനസ്സിലാവുന്നു ഈ I1 അവൻ മാറ്റേണ്ടതുണ്ട്. എങ്ങനെ I1 മാറ്റുന്നു? അവൻ ആലോചിക്കുമ്പോൾ എങ്ങനെയാണ് മക്കളെ? ഇതെന്ത് കണക്ഷനാണ് മക്കളെ? എന്ത് കണക്ഷനാ? പാരലൽ കണക്ഷനാണ്. പാരലൽ കണക്ഷൻ ആണെങ്കിൽ 2 ആംഗിൾ എന്ത് സെയിം ആണ്? വോൾട്ടേജ് സെയിം ആണ്. അപ്പോൾ അവൻ എഴുതുന്നു എന്താ മക്കളെ? I1R1 = I2R2. പെർഫെക്റ്റ്, ഓൾ റൈറ്റ് അല്ലേ? ഇനി റെസിസ്റ്റൻസ് എന്ന് പറയുന്ന സാധനം നമുക്ക് അറിയാം, വളരെ ക്ലാസിക്കൽ ഇക്വേഷൻ ρL/A ആണ്. ഇവിടെ ρL1/A, ഇവിടെ ρL1L2/A. ഈ ρA ഒക്കെ വെട്ടിപ്പോകും. കാരണം ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ ഒക്കെ സെയിം മെറ്റീരിയൽ സെയിം ആണ്. അപ്പോൾ ഇക്വേഷൻ എന്താവുന്നു? I1L1 = I2L2. നമുക്കറിയാം ഈ I1I2 എന്ന് പറഞ്ഞാൽ അതിൻ്റെ സമ്മാണ്. ഇത് നമ്മൾ ടോട്ടൽ കറണ്ടായി അല്ലേ? ഇതിൽ നിന്ന് അവൻ എന്ത് കണ്ടുപിടിക്കുന്നു? I2യുടെ ഇക്വേഷൻ കണ്ടുപിടിക്കുന്നു. I - I1 ആക്കുന്നു. മക്കൾ, അവൻ എന്തിനതൊക്കെ ചെയ്യുന്നേ? ഈ I1നെ എന്ത് ടേംസിൽ എഴുതാൻ വേണ്ടി ശ്രമിക്കുകയാണ്? ഐൻ്റെ ടേംസിൽ എഴുതാൻ വേണ്ടി ശ്രമിക്കുകയാണ്. കാരണം നമ്മൾ ഇക്വേഷൻ ഓപ്ഷൻസിലൊക്കെ I എന്ന് മാത്രമേ ഉള്ളൂ. അങ്ങനെ അവൻ ഈ സാധനം നമ്മൾ ഈ ഇക്വേഷൻ കൊടുക്കുമ്പോൾ അവസാന മാത്തമാറ്റിക്സ് അവർക്ക് എന്ത് കിട്ടുന്നു? I1 = I × L2 ഡിവൈഡ് ബൈ L1 + L2. ഓക്കെ, ഒന്ന് സ്ക്രീൻ പോസ് ചെയ്ത് ഒന്ന് നോക്കിയാൽ നമുക്ക് മനസ്സിലാവും മാത്തമാറ്റിക്സ് ഒക്കെ എന്താണെന്നുള്ളത്. മക്കളെ, ഇതാണ് ഒരു ബേസിക് ആയിട്ടുള്ള +2 കുട്ടി I1 എന്നുള്ള സാധനം കണ്ടുപിടിക്കുന്നത്. കുറച്ചുകൂടി അഡ്വാൻസ് ആയിട്ടുള്ള +2 കുട്ടി എന്ത് കൺസെപ്റ്റ് അറിയാം? കറണ്ട് ഡിവിഷൻ റൂൾ അറിയാം. എന്താ കറണ്ട് ഡിവിഷൻ റൂൾ? എന്താ മക്കൾ? ഇതേ സാധനം ഒറ്റ സ്റ്റെപ്പിലാണ് കണ്ടുപിടിക്കുന്ന വഴിയാണ് പറയുന്നത്. ഇതൊരു R1 റെസിസ്റ്റൻസ് ആണെന്ന് വിചാരിക്കുക, ഇതൊരു R2 റെസിസ്റ്റൻസ് ആണെന്ന് വിചാരിക്കുക. ഇവിടെ ഒരു കറണ്ട് I വരികയാണെങ്കിൽ കറണ്ട് ഡിവിഷൻ റൂൾ എന്താ പറയുന്നത് മക്കളെ? ഇവിടുത്തെ കറണ്ട് മുകളിലത്തെ കറണ്ട് എന്ന് പറഞ്ഞാൽ എന്താ? I × അടിയത്തെ റെസിസ്റ്റൻസ് R2 ഡിവൈഡ് ബൈ എന്താ മക്കളെ? R1 + R2 എന്നാണ്.
ഓക്കെ, ഇനി ഇതേ ആറിനെ നമുക്ക് എങ്ങനെ മാറ്റാം? റോ എൽ ബൈ എ എന്നൊക്കെ സബ്സ്റ്റിറ്റ്യൂട്ട് ആണെങ്കിൽ നമുക്ക് ഉത്തരം ഇതേ വഴി കിട്ടുന്നു, പെട്ടെന്ന് കിട്ടുന്നു. ഓക്കെ, അപ്പോൾ ഇതാണ് ഒരു +2 കുട്ടിയുടെ അപ്രോച്ച്. I1 എന്ന സാധനം കിട്ടി. ഞങ്ങൾക്ക് എന്തുകൊണ്ട് കിട്ടിയാൽ മതി? ഈ ഇക്വേഷൻ I1 എന്നുള്ള സാധനം അതിൻ്റെ ബേസിൽ നമുക്ക് കിട്ടി. ഇനി എന്തുകൊണ്ട് കിട്ടിയാൽ മതി? തീറ്റയോടും കിട്ടിയാൽ മതി. അവനക്കറിയാം തീറ്റ എന്നുള്ളത് എന്താണ്? ആർക്ക് ബൈ റേഡിയസ് ആണ്. ഓക്കെ അല്ലേ? ആർക്ക് എന്ന് പറഞ്ഞാൽ എന്താണ്? ആ ABC ആർക്കിൻ്റെ ലെങ്ത് എത്രയാ? L1 ഡിവൈഡ് ബൈ റേഡിയസ് ആർ. ഈ രണ്ട് സാധനം നേരത്തെ കിട്ടിയ I1ൻ്റെ ഇക്വേഷനും ഇപ്പോൾ കിട്ടിയ തീറ്റയുടെ ഇക്വേഷൻ അവൻ ഈ ഇക്വേഷൻ കൊണ്ടിട്ട് കൊടുക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന ഫോർമാറ്റാണ് ഇങ്ങനെ വരിക: μ0 ഡിവൈഡ് ബൈ 4πr. I1 പകരം IL2 ഡിവൈഡ് ബൈ L1 + L2. തീറ്റന് പകരം L1 ഡിവൈഡ് ബൈ ആർ. മക്കളെ പെർഫെക്റ്റ് ഓൾറൈറ്റ് അല്ലേ മക്കളെ? ഇതാണ് നമ്മുടെ ഉത്തരം. പക്ഷേ ഇങ്ങനത്തെ ഒരു ഉത്തരം എന്തില്ല? ഓപ്ഷൻസിലില്ല. അപ്പം കുറച്ചൊരു അഡ്ജസ്റ്റ്മെൻറ്റ് ചെയ്യാണ്. ഈ 4πr അവന് സ്പ്ലിറ്റ് ചെയ്ത് എങ്ങനെ എഴുതുന്നു? 2πr × 2 എന്ന് പറഞ്ഞ് എഴുതുന്നു. ഇപ്പോൾ 2πr, ആ 2ഉം ഈ ആറും 2r, മിച്ചടിയിൽ എന്തുണ്ട്? L1 + L2. മക്കളെ ഈ 2πr എന്ന് പറഞ്ഞാൽ എന്താ? ആ മൊത്തം സർക്കിൾ ഗ്രൂപ്പിന് സർക്കംഫറൻസ്. അപ്പോൾ മുകളിൽ L1 ലെങ്ത്, അടിയിൽ L2 ലെങ്ത്, മൊത്തം സർക്കംഫറൻസ് എത്ര? 2πr ആണ്. മൊത്തം സർക്കംഫറൻസ് എത്ര? L1 + L2 ആണ്. അപ്പോൾ 2πrനെ അവർക്ക് ഇങ്ങനെ മാറ്റാം, വീണ്ടും ഒരു L1 + L2 ആക്കി മാറ്റാം. മനസ്സിലായടാ? ഈ L1 + L2 ഈ L1 + L2 ആകുമ്പോൾ എന്ത് സംഭവിക്കുന്നു? L1 + L2 ദി ഹോൾ സ്ക്വയർ എന്നാവുന്നു. ഇവിടെ ഓൾറെഡി എന്തുണ്ട്? 2r. അപ്പോൾ ഓപ്ഷൻ ഉത്തരം എന്തായിരുന്നു? B = μ0 I L1 L2 ഡിവൈഡഡ് ബൈ 2r × L1 + L2 ദി ഹോൾ സ്ക്വയർ. മക്കളെ ഇത് അവൻ ചെയ്യാൻ ഏകദേശം എത്ര സമയം എടുത്തിട്ടുണ്ടാവും? ഏറ്റവും മിനിമം ഒരു 5 മിനിറ്റ് എടുക്കൂലടാ. കാരണം എന്തോരം കൺസെപ്റ്റ് അവൻ ചെയ്തു. കറണ്ട് ഇലക്ട്രിസിറ്റി കൺസെപ്റ്റ് കൊടുത്തു, പിന്നെ മാഗ്നറ്റിസ് ഈ പാട്ട് 3 ചാസം മാഗ്നസ് സാധനം കൊടുത്തു, കുറേ മാത്സ് ചെയ്തു, ഒരുപാട് സമയം എടുത്തു. മറിച്ചൊരു നീറ്റ് കുട്ടി ക്വസ്റ്റ്യൻ നോക്കിക്കോ. നീറ്റ് കുട്ടി ക്വസ്റ്റ്യൻ മനസ്സിലാക്കുന്നു. ക്വസ്റ്റ്യൻ ഇങ്ങനെയാണ്. ഓക്കെ, അപ്പോൾ ഈ ഓപ്ഷൻസ് ഒക്കെ അവൻ നോക്കുന്നു. ഓപ്ഷൻ നോക്കിയാൽ നമുക്ക് മനസ്സിലാവും ഈ ഓപ്ഷൻസ് ഒക്കെ ഒരു ജനറൽ ഓപ്ഷൻസ് ആണല്ലേ. L1 L2 മാറുന്നതനുസരിച്ച് നമുക്ക് ഉത്തരം മാറും. അപ്പോൾ അവനൊരു സ്പെഷ്യൽ കണ്ടീഷൻ ആലോചിക്കുകയാണ്. അവൻ ആലോചിക്കുകയാണ്, ലെറ്റ്സ് ഇഫ് സപ്പോസ് L1ഉം L2ഉം ഈക്വൽ, ഒരു Lനോട് ഈക്വൽ ആണെങ്കിൽ ഈ രണ്ട് ആർക്കുകളും എന്തായിരിക്കും മക്കളെ? ഈ രണ്ട് ആർക്കുകളും എന്തായിരിക്കും? സെമി സർക്കിൾസ് ആയിരിക്കും അല്ലേ? സെമി സർക്കിൾസ് ആയിരിക്കും. സെമി സർക്കിൾ ആവുകയാണെങ്കിൽ ഓക്കെ, ഇതും ഒരു സെമി സർക്കിൾ, ഇതും ഒരു സെമി സർക്കിൾ ആവും. അപ്പോൾ സെമി സർക്കിൾ ആവണം. നമ്മൾ ആലോചിക്കുന്നതാണ് സെമി സർക്കിൾ ആണെങ്കിൽ ഓൾറെഡി നമുക്കറിയാം ആർക്ക് സബ്സ്റ്റൻഡ് ചെയ്ത തീറ്റ എന്തായിരിക്കും? പൈ ആയിരിക്കും. ഓക്കെ, ഈ രണ്ടും ഈക്വൽ ആർക്സ് ആണെങ്കിൽ ഈ വരുന്ന കറണ്ട് ഈക്വലി സ്പ്ലിറ്റ് ചെയ്യില്ലേ? ഇവിടെ I/2ഉം ഇവിടെ I/2 അല്ലേ പോവുക മക്കളെ? കാരണം രണ്ടും സെയിം ലെങ്ത് ആയിരിക്കും, അതുകൊണ്ട് സെയിം റെസിസ്റ്റൻസ് ആയിരിക്കും, എല്ലാം സെയിം ആയിരിക്കും. അതുകൊണ്ട് I1 എന്ന് പറഞ്ഞ സാധനം എന്തായിരിക്കും മക്കളെ? I/2 ആയിരിക്കും. മക്കളെ ഇതൊക്കെ ഞാൻ പറയുന്നതുകൊണ്ടാണ് കുറച്ച് സമയം എടുക്കുന്നത്. ഇവരൊക്കെ ടക്ക് 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 എന്നാണ് ആലോചിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ ബിയുടെ ഇക്വേഷൻ നമുക്ക് എന്ത് കിട്ടുന്നു? μ0 I/2, അടിയിൽ എന്തുണ്ട്? 4πr. തീറ്റ ആംഗിൾ സബ്സ്റ്റിറ്റ്യൂട്ട് എന്താ? പൈ. മാത്തമാറ്റിക്സ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന ഉത്തരം എന്താ? B = μ0 I ഡിവൈഡഡ് ബൈ 8r. ഇനി അവൻ്റെ ഉദ്ദേശം എന്താണ്? L1 L2 = L എന്ന് പറഞ്ഞ് കൊടുക്കുകയാണെങ്കിൽ നമുക്ക് ഉത്തരം എന്ത് കിട്ടിയിരിക്കണം? ഇത് കിട്ടിയിരിക്കണം. അവൻ ഓരോ ഓപ്ഷനോട്ടും പോകുന്നു. ഈ ഓപ്ഷൻ നോക്കി മക്കളെ, ഈ ഓപ്ഷൻ എന്താ തരുന്നത്? μ0 ഡിവൈഡ് ബൈ 2r × I × L1 + L2 എന്ന് പറഞ്ഞാൽ L + L. L + L എന്ന് പറഞ്ഞാൽ എന്താ? 2L ഡിവൈഡ് ബൈ L × L, L സ്ക്വയർ. ഒരു L പോയി, ഒരു L പോയി. ഉത്തരം എന്തായി? μ0 I, ഈ 2 പോയി ഡിവൈഡ് ബൈ RL. ഇതാണോ നമ്മുടെ ഉത്തരം? അല്ല. അപ്പോൾ ഈ ഓപ്ഷൻ അല്ല എന്ന് നമുക്ക് മനസ്സിലായി. ഇനി ഈ ഓപ്ഷൻ നോക്കിക്കേ മക്കളെ, μ0 ഡിവൈഡഡ് ബൈ 2πr² × I × L ഡിവൈഡ് ബൈ L + L എന്ന് പറഞ്ഞാൽ 2L. L പോയി. ഉത്തരം നോക്കിക്കേ വേറെ എന്തോ ഒരു ഫോർമാറ്റിൽ μ0 I ഡിവൈഡ് ബൈ 4πr². അതുമല്ല, നമ്മൾ ഈ ഓപ്ഷൻ നോക്കിക്കേ മക്കളെ, μ0 ഡിവൈഡ് ബൈ 2r I × L × L എന്ന് പറഞ്ഞാൽ L സ്ക്വയർ. ഇവിടെ L + L എന്ന് പറഞ്ഞാൽ 2L ആണ്. 2Lൻ്റെ സ്ക്വയർ എന്ന് പറഞ്ഞാൽ എന്താ? 4L². L സ്ക്വയർ പോയി. ഉത്തരം സൂക്ഷിച്ച് നോക്കിക്കേ, μ0 I ഡിവൈഡ് ബൈ 8r. നമുക്ക് വേണ്ട സാധനം. മനസ്സിലായോ? അപ്പം ഇത് ഞാൻ പറഞ്ഞുകൊണ്ടാണ് ഇത്രയും സമയം എടുക്കുന്നത്. അവൻ ടക്ക് ആലോചിച്ച് ഉത്തരമായി. ഓക്കെ, വളരെ സിമ്പിളായിട്ട് വളരെ തുച്ഛമായ സമയം കൊണ്ട് നമുക്ക് ഉത്തരം കണ്ടുപിടിക്കാൻ പറ്റും. അപ്പോൾ മക്കളെ, ഇതുപോലത്തെ വേറിട്ട ചിന്താഗതിയിലൂടെ എങ്ങനെ ക്വസ്റ്റ്യൻ അപ്രോച്ച് ചെയ്യാം എന്ന് നമ്മൾ ഇനിയും കുറേ വീഡിയോസ് അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ട്, എന്തെങ്കിലും സജഷൻസ് ഉണ്ടെങ്കിൽ ദയവ് ചെയ്ത് നമ്മളെ കമൻറ്റ് ബോക്സിൽ പറയാം. സോ അൺടിൽ ദെൻ, അടുത്തൊരു വീഡിയോ കാണുന്നവരെ, അൺടിൽ ദെൻ ആക്കിഫ് നാസിക് സൈനിങ് ഓഫ്. ബൈ.